നമസ്കാരം. തല്ലിച്ചാകും ചാനലിന്റെ ന്യൂസ് ഡയബറ്റീസിലേക്ക് സ്വാഗതം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ തല്ലിച്ചാവേണ്ട കേസില്ല, തന്നെ ചത്തോളൂ. ന്യൂസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ താരങ്ങളാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. കൃഷി ഉപജീവന മാർഗമാക്കി തമ്പ്രാൻ ചേട്ടൻ എന്ന് 2 or 3 പേര് മാത്രം വിളിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന മനുഷ്യന്റെ ശിങ്കിടി മാണിക്കൻ. നമസ്കാരം. ഞാൻ മടങ്ങി വരാം മാണിക്കലിലേക്ക്. നമുക്ക് അടുത്തയാളിലേക്ക് പോകാം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആ പരിപാടി വട്ടം പൊളിഞ്ഞ് കണ്ടം വഴി ഓടി കണ്ടവരുടെ കാളവണ്ടിയിൽ കയറി രക്ഷപ്പെടുന്ന നടിയും നർത്തകിയുമായ താരം കാർത്തുമ്പി. നിങ്ങൾ കാറിൽ തുപ്പുവോ, തീവണ്ടി തുപ്പുവോ, ടെമ്പോയിൽ തുപ്പുവോ, എന്താ വേണമെന്ന് അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷെ ദയവ് ചെയ്ത് ഈ ഫ്ലോറിൽ തുപ്പരുത്, മെനകേടാക്കരുത് ഫ്ലോർ. ഞാൻ എന്റെ പേരാ പറഞ്ഞത്, കാർത്തുമ്പി. മടങ്ങി വരാം നമുക്ക് കാർത്തുമ്പിയിലേക്ക്. അടുത്തയാളിലേക്ക് പോകാം. കാർത്തുമ്പിയുടെ ബോഡി ഗാർഡ്, 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്ന ആമ്പൽപ്പൂവ്, കാർത്തുമ്പിയുടെ അമ്മാവൻ. നിങ്ങളുടെ ചാനലിനെ അഭിമാനിക്കാം കേട്ടോ. പപ്പുച്ചേട്ടന്റെ ഇത്രയും ഡിറ്റോ ഒരു ഫിഗറിനെ കണ്ടുപിടിച്ചതിൽ നിങ്ങളുടെ ചാനലിന് അഭിമാനിക്കാവുന്ന ഒരു കേസാണ്. പപ്പു തന്നെ കറക്റ്റ്. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. വർഷങ്ങളായുള്ള ഇവരുടെ തർക്കത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല. വിഷയം അമ്മാവൻ കാശ് വാങ്ങിയോ ഇല്ലയോ. അമ്മാവൻ കാശ് വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മാവൻ കാശ് വാങ്ങി. ഈ കാശ് വാങ്ങി അല്ല കൊച്ചെ, ഞാൻ നിന്റെ കാശ്. അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു കാശ് വാങ്ങിയെന്ന് ഇവര് പറഞ്ഞു. അയ്യോ ഇല്ല, അമ്മാവൻ കാശ് വാങ്ങി നല്ല ഞാൻ പറഞ്ഞത്. അമ്മാവൻ കാശ് വാങ്ങിയെന്നാ ഞാൻ പറഞ്ഞത്. നുണ പറയരുത്. ഇവള് നുണച്ചിയാണ്, പെരും നുണയാണ് ഈ പറയുന്നത്. പ്രതിഷേധിക്കുന്നു. ഇതിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു. ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്ത്രീയെ നുണച്ചിയെന്ന് പരസ്യമായിട്ട് അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ മാണിക്യൻ. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്, അപകീർത്തിപ്പെടുത്തലാണ്. ഒരു പൊതുമാധ്യമത്തിന്റെ മുന്നിൽ വന്ന് ഒരു സ്ത്രീയെ നുണച്ചിയെന്ന് വിളിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രതികരിക്കാം. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും, ഇത് രണ്ടുമല്ലെങ്കിൽ സ്നോ എന്നും മെസ്സേജ് ചെയ്യുക. എനിക്കൊരു 30 തരൂ. ഒരു 30 ഒഴിച്ചാ കിളവന്റെ അണ്ണാക്കിൽ ഒഴിച്ചുകൂടെ ഒരു അരമണിക്കൂർ അവിടെ മിണ്ടാതായ മൂലക്കും കിടക്കട്ടെ. അതല്ല, എനിക്കൊരു 30 സെക്കൻഡ് തരൂ. എന്തിന്? എന്ത് മറിക്കാന്? ഞാൻ പോയിട്ട് ഒരു 60 അടിച്ചിട്ട് ടക്കനെ ഇങ്ങ് വരാം. തരുവോ? തരാം. എന്ത് തരും? അടുത്ത ആഴ്ച തരാം. ഈ എപ്പിസോഡിൽ 1 സെക്കൻഡ് പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മുഴുവനും ഞാൻ തന്നെ ഉഴുതുമറിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഈ മൊത്തം മൈക്കോട് എടുത്തങ്ങ് നീ അങ്ങ് തിന്നങ്ങ് പിഴിഞ്ഞങ്ങ്. അല്ല, ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മൊത്തം എപ്പിസോഡ് ഇയാൾ അപകരിക്കാന്ന് പറഞ്ഞാൽ കാർത്തുമ്പിക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. തെറ്റാണ്. ഇത് നിങ്ങൾ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാർത്തുമ്പി വളച്ചൊടിക്കുന്ന ഒരു കഥയാണിത്. ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല. ഞാൻ കേട്ടതാണ്, കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അശ്ലീലകരമായ ശബ്ദങ്ങൾ എനിക്ക് നേരെ പുറപ്പെടുവിച്ചു. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ആ കാളവണ്ടി ഓടിക്കുമ്പോൾ കാളയെ നയിക്കുന്നതിന് വേണ്ടി എന്റെ വായിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാണോ കാണിച്ചു തരാം. കാളയെ ഓടിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ശബ്ദമാണ് അവർ ഞാൻ അശ്ലീല ചുവയോട് സംസാരിച്ചു എന്ന് വ്യാഖ്യാനിച്ചെടുത്തത്. അപ്പോൾ മാണിക്കൻ നിങ്ങളെ നേരെ അശ്ലീല ചുവ കാണിച്ചിട്ടില്ല. അദ്ദേഹം കാളയെ തെളിച്ചതാണെന്ന് വ്യക്തമായിരിക്കുന്നു. അടുത്തതായി നമുക്ക് അമ്മാവനിലേക്ക് പോകാം. മിസ്റ്റർ അമ്മാവൻ, ഇന്നലെ നാടകം പൊളിഞ്ഞ് കാട്ടിലൂടെ ഓടുമ്പോൾ നിങ്ങൾ ഈ കുട്ടിക്ക് എന്താണ് കുടിക്കാൻ കൊടുത്തത്? അത് പച്ചവെള്ളം ചോദിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത നരാധമനാണ് ഈ അമ്മാവൻ. അവസാനം ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഈ കുട്ടി മരച്ചുകൂട്ടിൽ കഴിച്ചുകൂട്ടി. മരിച്ചുവിള് കഴിച്ചു കൂട്ടാൻ ഇവളെന്താ വെഞ്ചതലാണോ? അതല്ല, നമുക്ക് കുടിക്കാനായിട്ട് ചൂടുവെള്ളം ചോദിച്ചപ്പോൾ തിളച്ച ചൂടുവെള്ളം തലവഴിയെ ഒഴിച്ചു കൊടുത്ത നരാധമനാണ് ഈ നിൽക്കുന്ന അമ്മാവൻ. അയ്യോ, അങ്ങനൊന്നും അല്ല. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വരും. അതുകൊണ്ട് പ്രോഗ്രാം കഴിയുമ്പോ അമ്മാവൻ എപ്പോഴും എനിക്ക് ഫ്ലാസ്കിൽ നിന്ന് ചൂടുവെള്ളം തരാറുണ്ട്. അതെ, ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാത്ത നരാധമനാണ് ഈ അമ്മാവൻ. അതെന്ത്? അത് മാത്രമല്ല, ഈ കുട്ടിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ ബന്നും ചായയും ഞാൻ മേടിച്ചു കൊടുത്തു. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഡയബറ്റീസ് പേഷ്യന്റായ കാർത്തുമ്പിക്ക് മധുരമുള്ള ചായ വാങ്ങിക്കൊടുത്ത് മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന നരാധമനായ ഒരു അമ്മാവൻ. അതും ചുമ്മാ. എനിക്കൊരു 30 സെക്കൻഡ് തരണം. ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം. ഒരു 30 സെക്കൻഡ് എനിക്ക് തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു 30 സെക്കൻഡ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അനുവദിച്ചിരിക്കുന്നു. മാണിക്കന് 30 സെക്കൻഡ് പറഞ്ഞോളൂ.
അയ്യോ അതങ്ങനെ അനുവദിക്കാൻ പാടില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. ചോദിച്ചത് അതെ, അത് ഇടയ്ക്ക് ഇങ്ങനെ എല്ലാരും ചാനൽ ചർച്ച ചോദിക്കുന്നതല്ലേ, അതൊന്നും പറഞ്ഞ് തരരുത്. കട്ട് ചെയ്യ്. നമ്മള് വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നു. വിഷയമൊന്നും വഴിമാറി പോയിട്ടില്ല. ഇവരാദ്യം പറഞ്ഞു ഇവൾ കാർ തുപ്പിയതാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നു അമ്മാവന്റെ പൈസ മേടിച്ചില്ലെന്ന് പറയുന്നു. എങ്ങും ചർച്ച വഴിമായി പോയിട്ടില്ല. ഇല്ലില്ല, ഞാൻ ഇത് പരസ്യമായിട്ട് നിഷേധിക്കുന്നു. ഞാൻ അമ്മാവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീയുടെ പേര് പോലും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ മദ്യപിക്കുന്ന ആളല്ല. ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇതാ മാണിക്കന്റെ വാദങ്ങൾ വീണ്ടും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. മാണിക്കൻ മദ്യപിച്ചു എന്നതിന് വ്യക്തമായ തെളിവുണ്ട്, ദൃക്സാക്ഷിയുണ്ട്. അപ്പക്കാള അപ്പം കാള എനിക്ക് ഇഷ്ടമല്ല. അപ്പം പോത്തുവാണെങ്കിൽ ഞാൻ ഇരുന്ന് ഇരിപ്പിൽ ഒരു 5-6 ഞാൻ കഴിച്ചു. അപ്പോ പോത്ത് കഴിക്കുന്ന കാര്യമല്ല. പിന്നെ തമ്പ്രാൻ ചേട്ടന്റെ വീട്ടിലെ ജോലിക്കാരനാണ് അപ്പക്കാള. അദ്ദേഹം ഇത് കണ്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ടെന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അതങ്ങനെ കണ്ടേ, അതൊന്നും അറിയണമല്ലോ. കളക്ട് ചെയ്യാം അപ്പക്കാളയെ. ഹലോ മിസ്റ്റർ അപ്പക്കാള, കേൾക്കുന്നുണ്ടോ? ഈ നിൽക്കുന്ന മാണിക്കൻ കള്ള് ഷാപ്പിലേക്ക് കയറി പോകുന്നത് താങ്കൾ കണ്ടോ? തമ്പുരാൻ കള്ളുപുരയെ കയറി പോണത് ഞാൻ കണ്ടിട്ടില്ല. കള്ളുപുരയിൽ കയറി പോകുന്നത് താങ്കൾ കണ്ടില്ല. പിന്നെ താങ്കൾ എന്താണ് കണ്ടത്? കള്ളുപുരയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട്. ഒരാള് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രം അയാൾ മദ്യപിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കാല് ഇടറണം, അല്ലെങ്കിൽ ഉടുമുണ്ടെങ്കിലും ഉരിഞ്ഞു പോകണം. മാണിക്കന് ഉടുമുണ്ടൊക്കെ ഉണ്ടായിരുന്നോ? മുണ്ടൊക്കെ ഉണ്ട്, അതാരെയും നയഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. താൻ എന്ത് വർത്തമാനമാണ് ഈ പുളുന്താനെ ഈ വിളിച്ചു പറയുന്നത്? പുളുന്താര അതെന്നത് നീ വേണ്ട പുളുന്താര കേട്ടാ, ഇതിനകത്ത് എന്ത് വസ്തുതയാണുള്ളത്? ഉടുമുണ്ടൊരു തലവെ കിട്ടിയെന്ന് പറയുന്നു. ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണോ? നിങ്ങൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, ചാനലിന് വീണ്ടും സംശയമുണ്ട്. നമുക്ക് ഇനിയും ദൃക്സാക്ഷിയിലേക്ക് പോകാനുണ്ട്. ഇദ്ദേഹത്തിന്റെ തന്നെ മുതലാളി തമ്പ്രാൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ തമ്പ്രാൻ ചേട്ടൻ എനിക്കെതിരെ ഒന്നും പറയില്ല. നമുക്ക് ചോദിച്ചു നോക്കാം അദ്ദേഹത്തോട്. തമ്പ്രാൻ ചേട്ടൻ, ഈ മാണിക്കൻ കള്ളു കുടിച്ചായിരുന്നോ? കള്ളു കുടിച്ചെന്നോ? അയ്യേ, ഏത് തന്തയില്ലാത്ത പറഞ്ഞത്? മടങ്ങി വരാം തമ്പ്രാൻ ചേട്ടനിലേക്ക്. ചോദിച്ചോട്ടെ, കള്ളു കുടിക്കാനല്ല പിന്നെ തൈലൊക്കെ ചോടത്തിനാണ് കള്ളു ഷാപ്പി വഞ്ചെന്ന്. അതും ഒരു ആരോപണമാണ്. നമുക്ക് ഇനി ഒരാളുണ്ട്, താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കുലീനതയുടെ പ്രതീകം, ശാന്ത സ്വഭാവത്തിന് ഉടമയായ തമ്പ്രാട്ടിയമ്മയോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. തമ്പ്രാട്ടിയമ്മ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തമ്പ്രാട്ടിയമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. ആ അമ്മയുടെ വായിന്ന് കേട്ടല്ലോ. സത്യം, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ തമ്പ്രാട്ടിയമ്മയെ കുറിച്ച് ഞാൻ പറയാണ്. വാ തുറന്നാൽ ഉണ്ണി ഉണ്ണി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, വാ തുറന്നാൽ 24 മണിക്കൂർ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീയുടെ വായിന്ന് നിന്നെ ഇത്രയൊക്കെ വിളിക്കണമെങ്കിൽ നിന്റെ പരിപാടി അവർ സ്ഥിരം കാണുന്ന ആളാണ്. എനിക്കൊരു 30 സെക്കൻഡ് വേണം. എനിക്കൊരു 30 സെക്കൻഡ് വേണം. അനുവദിച്ചിരിക്കുന്നു കാർത്തുമ്പിക്ക് 30 സെക്കൻഡ്. പറഞ്ഞോളൂ. കഴിഞ്ഞിരിക്കുന്നു 30 സെക്കൻഡ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. മിസ്റ്റർ അമ്മാവൻ, ഇന്നലെ കാളവണ്ടിയിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായി ഒന്ന് പറഞ്ഞു തരാമോ? നാടകം കഴിഞ്ഞ് ക്ഷീണം കാരണം ഞാൻ 2 അടിച്ചു. വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വണ്ടി വന്നു. അത് തമ്പുരാൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു. ഞാൻ ഇവളെയും കൊണ്ട് വണ്ടിക്കകത്ത് കയറി. പിടുത്തത്തിന്റെ പുറത്ത് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. തമ്പുരാൻ ചേട്ടൻ ഇവളെ എന്തോ ചെയ്തെന്നും ഇവൻ നോക്കിക്കൊണ്ടിരുന്നെന്നും ഇവള് രാവിലെ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഇവിടെ നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണേണ്ട കാഴ്ചയെല്ലാം നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ എന്തിനു ഞാൻ മിണ്ടണം? നിങ്ങളാണ് പ്രതികരിക്കുവോ? മിണ്ടാതിരിക്കില്ലേ? ഈ വിഷയത്തിൽ ഞാൻ ഇന്നസെന്റ് ആണ്. പുതിയ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പുതിയ ആൾക്കാർ രംഗത്ത് വന്നു തുടങ്ങി. ആ കാളവണ്ടിയിൽ മുൻ അമ്മയുടെ പ്രസിഡന്റ്, പ്രശസ്ത സിനിമാ താരവുമായ ഇന്നസെന്റും ഉണ്ടായിരുന്നെന്നാണ് മാണിക്കൻ പറയുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ നിരപരാധിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ജഗദീശ്വരാ, പുതിയ ആൾക്കാർ വീണ്ടും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ താരം ജഗദീശും ആ കാളവണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ ഇന്നസെന്റ് ജഗദീഷ് ഒന്നും ഇല്ല. ഇതാ കാർത്തുമ്പി ഛർദ്ദിച്ചിരിക്കുന്നു. എക്സ്ക്ലൂസീവ് ന്യൂസിലേക്കാണ് ന്യൂസ് അവർ പൊക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ കാളവണ്ടിയിൽ നടന്ന പീഡനത്തിൽ കാർത്തുമ്പി 3 മാസം ഗർഭിണിയായിരുന്നു.
ഈ പറയുന്നത്? അപ്പൊ ഇന്നലെ കഴിച്ച ഫുഡ് പിടിക്കാനിട്ടാ പറഞ്ഞു. ആ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, ആ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ചാനൽ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, കാർത്തുമ്പി ഗർഭിണിയാണ് എന്ന് ചാനൽ വീണ്ടും ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് പൊട്ടിക്കാം അമ്മാവാ. അറിയ കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളേരെ അനാവശ്യം പറയാം. എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്, എക്സ്ക്ലൂസീവ് ന്യൂസ്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നു? നിങ്ങളൊരാണല്ലേ? ഞാനാണോ? എടാ മാറി. അയ്യോ, എന്റെ എക്സ്ക്ലൂസീവിന്റെ കാര്യത്തിൽ തീരുമാനമായി. അടുത്തത് പ്രൈം ടൈം.